അഭിമന്യ വൈദിക സുഹൃത്തുക്കളെ, എനിക്ക് ഏറ്റവും അഭിമന്യനായ മാത്യു മാർ തിമോത്തിയൂസ് പിതാവേ, സഹോദരി സഹോദരന്മാരെ, ഈ വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, എന്താണ് നമ്മുടെ നിയോഗം? അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദർ വിക്ടറിനെ കിട്ടിയതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയുക എന്നതാകണം ഈ കുർബാന അർപ്പണത്തിൻ്റെ നിയോഗം. എൻ്റെ സഹോദര മെത്രാൻ ഇവിടെ അനുസ്മരിച്ചതുപോലെ ബ്രദർ വിക്ടർ ദൈവം നമുക്ക് നൽകിയ വലിയ കൃപയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉറവിടത്തിൽ നിന്ന് സഭയെ ആകമാനം നനക്കുന്ന കൃപാവരം ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നതിന് നമ്മൾ സാക്ഷികളാണ്. നമ്മുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സഭയിൽ നമുക്കൊരു സ്വർഗീയ മധ്യസ്ഥനായ അദ്ദേഹം യഥാകാലം പ്രതിഷ്ഠിക്കപ്പെടട്ടെ എന്നതുമാണ്. ഭക്തിനിർഭരമായ അന്ത്യോക്യ വിശ്വാസ പാരമ്പര്യത്തിലെ കുർബാനയിൽ പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിക്കുമ്പോൾ അവർ ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധ മാർഗത്തിൽ നമ്മെ പഠിപ്പിച്ചവരെന്ന് പറഞ്ഞ് അവരെ അനുസ്മരിക്കറ്റുള്ള ആദ്യത്തെ ഓർമ്മയും അതാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ജീവിച്ചിരുന്നപ്പോൾ നമ്മെ കർത്താവിൻ്റെ കൽപ്പനകളുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. പൊതുവെ ദീർഘായുസ്സുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം നിന്നില്ല എന്ന് ഓർക്കുമ്പോൾ സങ്കടവുമുണ്ട്. 1936 ജനിച്ച് 1997 അദ്ദേഹം ചരമം പ്രാപിക്കുമ്പോൾ അദ്ദേഹം ജീവിതത്തിൻ്റെ സായാഹ്നത്തിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉണ്ടായുള്ളൂ. അതും അപ്രതീക്ഷിതമായ ഒരു മരണത്തിലൂടെ ദൈവം നമ്മിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുകയുമായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ, വിശ്വാസത്തിൻ്റെ പ്രകാശം പരത്തുവാൻ തീർച്ചയായും ഈ അനുഗ്രഹീത വ്യക്തിക്ക് സാധിക്കുമായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പുണ്ട്. ദൈവത്തിൻ്റെ നിശ്ചയത്തിൻ്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. ദൈവം ഈ ഭൂമിയിൽ അനുഗ്രഹത്തിൻ്റെ ഉപകരണങ്ങളായി തിരഞ്ഞെടുത്തവരെ തൻ്റെ മുമ്പാകെ മഹത്വപ്പെടുത്തും. ഈശോ നമുക്ക് നൽകുന്ന വാഗ്ദാനവും അതാണ്. ഈ ഭൂമിയിൽ എന്നെ മഹത്വപ്പെടുത്തിയവരെ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാൻ ഏറ്റുപറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അതിനായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങാം. അപ്പോഴും കടന്നുപോയ നമ്മുടെ പ്രിയ സഹോദരന് സ്വർഗീയ അനുഗ്രഹങ്ങളിലുള്ള പങ്കാളിത്തം ലഭിക്കണമെന്നുള്ള സഭയുടെ കൂട്ടായ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസപൂർവ്വം പങ്കുചേരുകയും തുടരുകയും ചെയ്യാം. ഇന്നത്തെ തിരുവചന വായനകൾ, പ്രത്യേകിച്ചും ആദ്യത്തെ വായന, വിശ്വാസത്തിന് സജീവ സാക്ഷ്യം വഹിച്ച ഏലിയ പ്രവാചകനെ പറ്റി പിൽക്കാലത്ത് സഭാ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, ജ്ഞാനഗ്രന്ഥങ്ങളെ പറ്റിയുള്ള മനോഹരമായ അനുസ്മരണമായിരുന്നു. എന്തായിരുന്നു എലിയ? അദ്ദേഹത്തിൻ്റെ തീഷ്ണത, സജീവ സാക്ഷ്യം. അതോടൊപ്പം മറ്റൊന്നുകൂടി എലിയായോട് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. എലിയ തിരിച്ചു വരുവാനുള്ള, കർത്താവിൻ്റെ നാളുകൾക്ക് വഴിയൊരുക്കുന്നവനായി തിരികെ വരുന്ന പ്രവാചകനാണ്. അങ്ങനെ വരുമ്പോൾ 2 കാര്യങ്ങൾ എലിയ നിർവഹിക്കും. 1, ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കും. 2, പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക് കൊണ്ടുവരും. പിതാക്കന്മാരെന്നത് ഇസ്രായേലിൻ്റെ അനുഗ്രഹീത പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും യാക്കോബും അങ്ങനെ തുടങ്ങുന്ന ദൈവത്തിൻ്റെ ദാസന്മാരുടെ ഹൃദയം മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്ന ജോലിയാണ് ഏലിയ ചെയ്യുക. ബ്രദർ വിക്ടറിൻ്റെ ശുശ്രൂഷയും അത്തരത്തിലുള്ളതാണ്. ദൈവത്തിനുമ്പാകെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ഒപ്പം നമ്മിലേക്ക് ഈ വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരുടെ ഹൃദയം പകർന്നു തന്ന വ്യക്തിയാണ്. അതിൻ്റെ എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവം അയച്ച ദൈവത്തിൻ്റെ വചനമായ യേശു ക്രിസ്തു നമുക്ക് പകർന്നു തന്നത് പൂർവ്വപിതാക്കന്മാരുടെ ഹൃദയമല്ല, അതിലുപരിയായിട്ട് ദൈവപിതാവിൻ്റെ ഹൃദയം തന്നെയാണ്. അതാണ് ഇന്നത്തെ സുവിശേഷവും നമ്മെ മനോഹരമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഹൃദയം
നമ്മിൽ രൂപപ്പെടണം. ഇതാണ് നമുക്കുള്ള അവകാശം. ദൈവമക്കൾക്കുള്ള അവകാശം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ആത്മാവ് എന്നും നമ്മിൽ അതിനായിട്ട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. നമ്മിൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവ് മഹത്വം പ്രാപിക്കുന്നതിനായിട്ട് അത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ആകുലതയുടെ സ്വരം ശ്രവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാനസാന്തരം ഉടലെടുക്കുന്നത്. മനസാന്തരം പുറമേയുള്ള ശക്തിയായിട്ടല്ല, അങ്ങനെയോ ആകാം, അതിനതൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മിൽ ഓരോരുത്തരും മാനസാന്തരം സംജാതമാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ നിലവിളിക്ക് നാം കാതോർക്കുമ്പോഴാണ്. അതൊന്നു പറഞ്ഞാണ് നിലവിളിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിനും ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാൻ വെമ്പുന്ന ഒരു ആത്മാവ് നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. ഇത് തിരിച്ചറിയുകയാണ് ജീവിത പന്ഥാവ്. ആ സ്വരത്തിൻ്റെ പിറകെ സഞ്ചരിക്കുമ്പോഴാണ് തനിക്ക് ന്യായമായി ഉണ്ടായിരുന്ന ജീവിത സൗഭാഗ്യങ്ങളും സ്വത്തും അതൊക്കെയെല്ലാം അദ്ദേഹം ഈ ആത്മാവിൻ്റെ സ്വരത്തിന് ചെവി കൊടുത്തപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് തപസ്സിൽ നിന്ന് വലിയൊരു സുവിശേഷ പ്രഭാഷകനായിട്ട് രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു. ആത്മാവിൻ്റെ സ്വരം ശ്രദ്ധിക്കൂ. ആത്മാവ് നമ്മിൽ വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ മാനസാന്തരം, ദൈവപിതാവിൻ്റെ മക്കൾ എന്നുള്ള വിധത്തിലുള്ള ഈ അന്തസ്സ്, അത് കഷ്ടതകളുടെ നടുവിലും നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും നമ്മളോടൊപ്പം മഹതീകരിക്കപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് നാം പങ്കുചേരുന്നത്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അന്തസ്സത്യം അതാണ്. നീണ്ടുപോകുന്ന ഒരു പ്രാർത്ഥനയോ ജനസമക്ഷം സമർത്ഥിക്കപ്പെടുന്ന അഭിമന്യ പിതാവ് അനുസ്മരിച്ചതുപോലെ ഒരു സ്റ്റാർഡമായിട്ട് ഒരു വലിയ വെളിച്ചത്തിൻ്റെ കീഴിൽ വന്ന് ഇന്ന് ഷൈൻ ചെയ്യുന്ന താരങ്ങളാകുന്ന ഒരു കസർത്തൊന്നുമല്ല സുവിശേഷ പ്രഭാഷണം. അത് എളിമയോടുകൂടെ ഹൃദയത്തിൻ്റെ അനുതാപത്തിൽ നിന്ന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ദൈവനാമം മഹത്വപ്പെടുക, എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള നമ്മുടെ സമർപ്പണമാണ്. ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റപ്പെടുവാനായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്, നമ്മുടെ പരിശ്രമമാണ്. കർത്താവ് പിന്നീട് അതിനെപ്പറ്റി ഓർക്കുന്നത് അത് അന്നത്തേക്കുള്ള ആഹാരം തേടലാണ്. അത് നമ്മുടെ സമൂഹത്തിലെ നീതിയുടെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും എല്ലാവർക്കുമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെയും അധ്വാനത്തിലേക്ക് നമ്മെ സമർപ്പിക്കുമ്പോഴും തള്ളിവിടുമ്പോഴും അന്നത്തേക്കുള്ള ഒരു അപ്പത്തിന് സഭാപിതാക്കന്മാർ പരമ്പരാഗതമായി പറഞ്ഞു തരുന്ന വ്യാഖ്യാനം, അന്നത്തേക്കുള്ള അപ്പം സ്വർഗീയ മനയാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ അപ്പമാണ്. അത് ഒരേ സമയം ദിവ്യകാരുണ്യമാണ്, ഒരേ സമയം കർത്താവിൻ്റെ വചനവുമാണ്. അങ്ങനെ വിശുദ്ധ വചനങ്ങൾ, എല്ലാ ദിവസവും നാം തേടേണ്ട വിശുദ്ധ വചനം, എല്ലാ ദിവസവും നാം ഭക്ഷിക്കേണ്ട കർത്താവിൻ്റെ മേശ, അവയാണ് അന്നത്തേക്കുള്ള അപ്പം. അതിനുള്ളൊരു കണ്ടീഷനാണ്, അന്നത്തേക്കുള്ള അപ്പം വേണമെങ്കിൽ അന്ന് നമ്മൾ ക്ഷമിക്കുവാനും തയ്യാറാകണം. കർത്താവ് ഈ ഒരു കണ്ടീഷനാണ് സഭയ്ക്ക് എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ സഭകളുടെ ഇടയിലുള്ള ഐക്യത്തിൻ്റെയും ഒത്തൊരുമിച്ചുള്ള യാത്രയെപ്പറ്റിയുമൊക്കെ നാം അനുസ്മരിക്കുകയായിരുന്നല്ലോ. തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യമാണ്. നീതിയും സമാധാനവും നിലനിർത്തുന്നതിന് പൊറുതി ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പൊറുതിയില്ലാത്തിടത്ത് നീതിയും സമാധാനവും ഒരിക്കലും സ്ഥാപിക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ കുരിശിൻ്റെ കീഴിലിരിക്കുന്ന നമുക്ക്, അവിടുത്തെ രക്തത്തിലും അവിടുത്തെ അതുവഴിയായിട്ടുള്ള അനുരഞ്ജനത്തിലും വിശ്വസിക്കുന്ന നമുക്ക്, നീതിയും സമാധാനം ഭൂമിയിൽ വിളയാടണമെങ്കിൽ ജലസേചനം പോലെ അതിലേക്ക് ഒഴുക്കേണ്ടതാണ് പൊറുതി കൊടുക്കൽ. അതാണ് കർത്താവ് പറഞ്ഞ, ഹൃദയം കൊണ്ട് ക്ഷമിക്കുവാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ ദൈവത്തിന് നമ്മളോട് പൊറുക്കുവാൻ, നമുക്ക് പൊറുതി നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ മൗലികമാണ് നമ്മുടെ മാനസാന്തര പാതയിൽ. ഇതൊക്കെ ജീവിച്ച് ഇതിനായി നിലകൊണ്ട് സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് സ്വീകരിക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ട സഭാവിശ്വാസി, ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച ഒരു സഹോദരൻ്റെ മുമ്പിലാണ്
നാം ഈ അനുസ്മരണ ഇന്ന് പുതുക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ സമർപ്പിക്കാം. സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെട്ട അഗ്നി തേരുകളിലേക്ക് സംവഹിക്കപ്പെട്ട എലിയായെപ്പോലെ ദൈവമുഖം ദർശിക്കുവാനായിട്ട് ബ്രദറിന് ദൈവം ഇടവരുത്തട്ടെ. ഒപ്പം ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് അദ്ദേഹം കൈമാറ്റം ചെയ്ത ഈ പൈതൃകം, അനുരഞ്ജനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ദൈവത്തെ പിതാവെന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ, അനുദിനം ദൈവവചനം ഭക്ഷിച്ച് അതിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള പ്രസരിപ്പിൻ്റെ അനുഗ്രഹം ദൈവം നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ.